നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒരു സ്വാതന്ത്ര്യദിന സന്ദേശം. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എൻജോയ് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുള്ള പുതിയ തലമുറയ്ക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ അന്ന് നമ്മൾ അനുഭവിച്ച വേദനയെക്കുറിച്ചും ഒക്കെയുള്ള ഉൾക്കാഴ്ച മുൻനിർത്തിക്കൊണ്ടായിരിക്കണം അവർ മുന്നോട്ട് പോകേണ്ടത് എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. പൊതുപ്രവർത്തനത്തേക്ക് വരാൻ എന്തായിരുന്നു പ്രചോദനമായത്? ഒരുപക്ഷെ ഒരു എലക്ഷൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് 4ലോ 5ലോ പഠിക്കുന്ന സമയത്താണ്. KSUവിൽ നിൽക്കുന്ന സമയത്ത് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായി. ഫസ്റ്റ് വരുന്നത് മണ്ഡലം കമ്മിറ്റിയാണ്. പിന്നെ ശേഷം കോഴിക്കോട് നോർത്തിന്റെ നിയോജക മണ്ഡലം കമ്മിറ്റി വന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയി. പ്രധാനമായിട്ടുള്ള എലത്തൂരിന്റെ ആവശ്യം എന്താണ്? പ്രധാനമായിട്ടും പ്രാദേശികമായിട്ട് ഒത്തിരി വികസനം വരേണ്ടതായിട്ട് ഒരുപാട് സ്ട്രഗിൾസുകൾ നിറഞ്ഞൊരു ജേണി ആയിരുന്നു. NRC CA സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലൈഫിൽ ആദ്യമായിട്ട് ജയിലിൽ പോയത് അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഒരു നേരത്തെ ഭക്ഷണമില്ല. ഇന്ത്യയിൽ നിന്ന് ഇന്ന് നമ്മൾ വിദേശത്തേക്ക് ഭക്ഷ്യധാന്യങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാക്കി മാറ്റി. ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് യാത്ര ചെയ്യാനാണ്. ഹലോ എവരിവൺ, ദിസ് ഈസ് മിസ് സൂര്യ ജിജിത്ത്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടൈം ടു ടോക്ക്. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വവും ജനാധിപത്യത്തിൻ്റെ ശക്തിയും ഓർമ്മിപ്പിക്കുന്ന ഈ പ്രത്യേക അവസരത്തിൽ ടൈം ടു ടോക്കിൻ്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് പൊതുപ്രവർത്തന രംഗത്ത് വളരെ സജീവമായിട്ടുള്ള ഒരു യുവ വനിതാ ജനപ്രതിനിധിയാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്ന് അഡ്വക്കേറ്റായും കോർപ്പറേഷൻ കൗൺസിലറായും KPCC ജനറൽ സെക്രട്ടറിയുമായും മറ്റനേകം പദവികൾ വഹിച്ച് ഇന്ന് എലത്തൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന UDF MLA ആയിട്ടുള്ള അഡ്വക്കേറ്റ് വിദ്യാ ബാലകൃഷ്ണനാണ് നമ്മുടെ ഒപ്പം ചേരുന്നത്. നമ്മുടെ സ്വന്തം വിദ്യേച്ചി എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. അതുപോലെ ഒരുപാട് ആൾക്കാരുടെ പ്രിയങ്കരിയും കൂടിയാണ്. ഇന്ന് വിദ്യേച്ചിയുടെ ബാല്യകാല ഓർമ്മകൾ മുതൽ രാഷ്ട്രീയ യാത്ര, MLA എന്ന നിലയിലെ അനുഭവങ്ങൾ, ഇതുവരെ വഹിച്ച ഉത്തരവാദിത്തങ്ങൾ, എലത്തൂരിന്റെ വികസന കാഴ്ചപ്പാടുകൾ, യുവജനങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ സംസാരിക്കാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ഷോ. ആദ്യം തന്നെ ടൈം ടു ടോക്കിലേക്ക് സ്വാഗതം വിദ്യേച്ചി. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ വിശേഷങ്ങളൊക്കെ? എന്താണ്? നന്നായിട്ട് പോകുന്നു, എല്ലാം സന്തോഷമായിരിക്കുന്നു. നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഇന്നിപ്പോൾ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ആണ്. സോ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒരു സ്വാതന്ത്ര്യദിന സന്ദേശം ചേച്ചി ഒന്ന് കൊടുക്കും. അത് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെ സംബന്ധിച്ച് ഇന്ന് 79 വർഷം ഈ രാജ്യത്തെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് പൂർത്തിയാവുകയാണ്. 18th സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആഘോഷിക്കുന്ന സമയത്ത് രാജ്യം ഒരുപാട് മാറ്റങ്ങളിലേക്ക് കടന്നുപോയി. ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, ഏകദേശം 400-ലധികം വർഷക്കാലം വിദേശ ആധിപത്യത്തിലുണ്ടായിരുന്ന ഒരു രാജ്യമാണ്. അവിടെ നിന്ന് വളരെ കൃത്യമായിട്ടും അഭിമാനത്തോടു കൂടി പറയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു ലീഡർഷിപ്പിലാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത്. ഒരുപാട് ആളുകൾ യാതൊരു പ്രതീക്ഷയില്ലാതെ അല്ലെങ്കിൽ നാളുകളിൽ ഈ രാജ്യത്തിൻ്റെ ഭരണ നേതൃത്വത്തിലേക്ക് നമ്മൾ എത്തുമെന്നോ അല്ലെങ്കിൽ ഇന്ത്യക്ക് നാളെ സ്വാതന്ത്ര്യം കിട്ടുമെന്നൊന്നും ഒരു പ്രതീക്ഷയില്ലാതെ രാജ്യത്തിന് വേണ്ടി നിലപാടെടുത്ത് യാതൊരു സ്വാർത്ഥതയില്ലാതെ നിസ്വാർത്ഥമതികളായിട്ടുള്ള ഒരുപാട് ആളുകളുടെ ജീവനും ജീവിതവും ഒക്കെയാണ് നമ്മളിന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു നേട്ടം രാജ്യം കൈവരിച്ചു ശേഷം രാജ്യത്തിൻ്റെ ഭരണകൂടം കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുകളുമായി കൊണ്ട് മുന്നോട്ട് പോയി സാധാരണക്കാരായ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന രീതിയിൽ ഭരണം വിഭാവനം ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായിട്ട് ഇന്ത്യ രാജ്യം വളർന്നു. അപ്പം ഇന്ത്യയുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഈ രാജ്യത്തിൻ്റെ ബഹുസ്വരതയാണ്. ആ വൈവിധ്യങ്ങളെല്ലാം മുറുകെ പിടിച്ചുകൊണ്ടുള്ള 80 വർഷത്തെ യാത്രയാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. ഇനിയും നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു വലിയ തലമുറ ഈ രാജ്യത്ത് ഇനിയും വളർന്നു വരേണ്ടതായിട്ടുണ്ട്. അപ്പം ഇനിയും ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം എൻജോയ് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുള്ള പുതിയ തലമുറയ്ക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ അന്ന് നമ്മൾ അനുഭവിച്ച വേദനയെക്കുറിച്ചും ഒക്കെയുള്ള ഉൾക്കാഴ്ച മുൻനിർത്തിക്കൊണ്ടായിരിക്കണം അവർ മുന്നോട്ട് പോകേണ്ടത് എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഓക്കെ, വളരെ നല്ലൊരു സന്ദേശം. ചേച്ചി ആക്ച്വലി ഒരു കോഴിക്കോടുകാരിയാണ്. പഠിച്ചതും വളർന്നതും എല്ലാം കോഴിക്കോട് ജില്ലയിൽ. അപ്പോൾ ചേച്ചി ഇപ്പം നോക്കുമ്പോൾ കുട്ടിക്കാലത്ത് ചേച്ചി നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു കുട്ടിയായിരുന്നു. എനിക്ക് തോന്നുന്നു ചേച്ചി നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ചേച്ചി? അത് ചെറുതിലെ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ചെറുതിലേ ഉണ്ടായിരുന്നു. ഫാദറൊക്കെ അച്ഛൻ കോൺഗ്രസ് ആയിരുന്നു. പാർട്ടിയുടെ ഒരു വലിയൊരു ഭാരവാഹിത്വത്തിലേക്കൊന്നും അദ്ദേഹം ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു സജീവമായിട്ടുള്ളൊരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. ജോലിക്കിടയിൽ ഉണ്ടാകുന്ന ബ്രേക്കിലൊക്കെ പാർട്ടി പ്രവർത്തനമൊക്കെ കൊണ്ടു നടക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം ആ ഒരു സമയത്തൊക്കെ
എലക്ഷൻ സമയത്തൊക്കെ വളരെ സജീവമായിട്ട്, വളരെ കുട്ടിക്കാലത്ത് ഞാനൊരു 4th 5th പഠിക്കുന്ന സമയത്ത് ഇന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി മുരളീധരൻ അവർ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്ന സമയത്ത്, ഒരുപക്ഷെ ഒരു എലക്ഷൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് 4ലോ 5ലോ പഠിക്കുന്ന സമയത്താണ്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റർ അന്ന് അതിൻ്റെ സമപ്രായക്കാരായ ആളുകളെ, കുട്ടികളുടെ കൂടെ പോസ്റ്റർ ഒട്ടിക്കുക, അതുപോലെ തന്നെ വീട്ടിൽ അച്ഛൻ കൊണ്ടുവയ്ക്കാറുണ്ടായിരുന്നു ബൂത്തിൽ കൊടുക്കാനുള്ള സ്ലിപ്പുകളുണ്ടാവും വീടുകളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ സ്ലിപ്പുകളൊക്കെ ചെറുതിലെ എഴുതി വയ്ക്കുക. ഇതൊക്കെയായിരുന്നു ഒരു പൊളിറ്റിക്സിൽ തുടക്കത്തിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു മുഴുവൻ സമയ പൊതുപ്രവർത്തകയായിട്ട് മാറും എന്നൊന്നും അന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ യാദൃശ്ചികമായിട്ട് പൊളിറ്റിക്സിലേക്കുള്ള ഒരു വഴി അതൊരു KSUവിലൂടെ അങ്ങനെ തുറന്നു വരികയാണ് ഉണ്ടായിട്ടുള്ളത്. എത്രാം വയസ്സിലാണ്, അതായത് എവിടെ പഠിക്കുമ്പോഴാണ് ചേച്ചി ആദ്യ രാഷ്ട്രീയത്തിലോട്ട് സ്റ്റാർട്ട് അത് ചെയ്തത്? 12th കഴിഞ്ഞ് പോളിടെക്നിക്കിൽ പഠിക്കുന്ന സമയത്ത് അവിടുന്ന് KSUവിൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് കടന്നു വന്നു. ഫസ്റ്റ് ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് കമ്മിറ്റിയുടെ ഭാരവാഹി ആയിരുന്നു. തുടർന്ന് താലൂക്ക് കമ്മിറ്റി വൈസ് പ്രസിഡൻ്റായി. 2004 മറ്റോ ആണ് അന്ന് ഭാരവാഹിത്വം KSUവിൻ്റെ ഭാരവാഹി ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു 2002 to 5 ആ ഒരു സമയത്ത് KSUവിലേക്ക് വരുന്നു. രണ്ടാമത്തെ വർഷം തന്നെ അവിടെ മത്സരിച്ചു. അന്ന് ജയിക്കാൻ പറ്റിയിട്ടില്ല. 14 വോട്ടിനോ മറ്റോ ആണ് പരാജയപ്പെട്ടു പോയിട്ടുള്ളത്. പക്ഷെ അന്നും അത് ജയിക്കാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം വളരെ സ്വാഭാവികമായിട്ടും അന്നൊക്കെ ഒരു SFIയുടെ വലിയ അപ്രമാദിത്വം ക്യാമ്പസിലുണ്ടായിരുന്നു. ഞാനത് വൈസ് ചെയർമാൻ കാൻഡിഡേറ്റാണ്. അതേ ഡെസിഗ്നേഷനിലേക്ക് എൻ്റെ ക്ലാസ്സിൽ നിന്ന് തന്നെ ഒരാളെ SFIക്കാർ മത്സരിപ്പിച്ചു. തുടർന്ന് ക്ലാസ്സിലൊക്കെ വോട്ടിലൊക്കെ നമുക്ക് മെച്ചം ഉണ്ടായെങ്കിൽ പോലും KSUക്കാർക്കൊന്നും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാര്യം എല്ലാ വർഷവും നമ്മൾ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം അന്ന് ഉണ്ടായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഇത്തവണയും നമ്മുടെ ഇലക്ഷൻ ജയിക്കാൻ സാധ്യതയില്ല എന്ന് വെച്ച് 3 ദിവസത്തെ അവധിയൊക്കെ ഉണ്ടാവുമല്ലോ. KSUക്കാരെന്ന് പറയാൻ പറ്റില്ല, KSUക്ക് വോട്ട് ചെയ്യുന്ന KSU അനുഭാവികളായിട്ടുള്ള ആളുകൾ പലരും ആ വെക്കേഷൻ എൻജോയ് ചെയ്യാൻ പോയതിൻ്റെ ഒരു റിസൾട്ടായിരുന്നു അന്ന് ആ 14 വോട്ടിൻ്റെ പരാജയം തന്നെയാണ്. തുടർന്ന് അങ്ങോട്ട് പിന്നെ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു തവണ UUC ആയി. ക്യാമ്പസ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അത്രയൊക്കെ ഉള്ളൂ. KSUവിൻ്റെ സംസ്ഥാന കൗൺസിൽ വരെ എത്തി. പക്ഷെ അതേ സമയത്ത് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിത്വത്തിലുണ്ടായിരുന്നു. പൊതുപ്രവർത്തനത്തേക്ക് വരാൻ എന്തായിരുന്നു പ്രചോദനമായത്? പൊളിറ്റിക്സിലേക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ ഒരു അച്ഛനിൽ നിന്നുള്ള ഒരു ഇൻസ്പിറേഷൻ തന്നെയായിരുന്നു. പിന്നെ അതിലുപരിയായിട്ട് കോൺഗ്രസിനെ നമ്മളിപ്പോൾ ഒരു സോഷ്യൽ സയൻസ് പഠിക്കുന്ന ഒരു സമയത്ത് ഇന്ത്യയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മാത്രമാണ്. കോൺഗ്രസ് മാത്രമാണ് ഈ രാജ്യത്തിന് ഒരുപാട് സംഭാവന നൽകിയിട്ടുള്ള പ്രസ്ഥാനം. കോൺഗ്രസ് ആണ് ഈ രാജ്യത്തിൻ്റെ ഭരണത്തെ നേതൃത്വം നൽകിയതും പട്ടിണിയിൽ നിന്ന് ഇന്ന് കാണുന്ന ചന്ദ്രയാനിലേക്കും അതുപോലെ തന്നെ മംഗൾയാനിലേക്കൊക്കെ രാജ്യം എത്താനുള്ള സാഹചര്യം ഒരുക്കിയത് കോൺഗ്രസ് പ്രസ്ഥാനമാണ്. അങ്ങനെ അതിനോടുള്ള ആ ഒരു സ്നേഹവും ഒക്കെയാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കാനുണ്ടായത്. പക്ഷെ ഒരിക്കലും ഇങ്ങനൊരു സജീവ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേരുന്നു KSU രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന സമയത്തൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് ഗ്രാജുവലി യൂത്ത് കോൺഗ്രസിലേക്ക് പോയി. യൂത്ത് കോൺഗ്രസിൽ നിന്ന് കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലിലേക്ക് വന്നു. അത് ഞാൻ ചോദിക്കാൻ വരികയാണ്. ചേച്ചിക്ക് നിരവധി ക്വാളിഫിക്കേഷനും ഉണ്ട്, നിരവധി പദവികളും വഹിച്ചിട്ടുണ്ട്. എന്തൊക്കെ ഡിഗ്രീസ് ആണ് ചേച്ചി എടുത്തിട്ടുള്ളത്? അതോടൊപ്പം തന്നെ എന്തൊക്കെ പദവികൾ വഹിച്ചിട്ടുണ്ടെന്ന് ചേച്ചി തന്നെ ഒന്ന് കറക്റ്റ് പറയൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, +2 കഴിഞ്ഞു. 2000 SLC കഴിയുന്നത്. അന്നൊക്കെ കുഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ടായിരുന്നു. BM സ്കൂളിൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പം അത് കഴിഞ്ഞ് +2 സയൻസ് ആയിരുന്നു +2 എടുക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് യഥാർത്ഥത്തിൽ ഒരു എഞ്ചിനീയറിങ് ആഗ്രഹമൊക്കെ കൊണ്ടിട്ടാണ് പോളിടെക്നിക്കിൽ, ഗവൺമെൻറ് പോളിടെക്നിക്കിൽ തന്നെ അഡ്മിഷൻ കിട്ടി വെസ്റ്റിൽ. അത് തുടർന്ന് പിന്നെ അവിടുന്ന് കുറേ എന്താ പറയുക രാഷ്ട്രീയം, അത് കഴിഞ്ഞാൽ പിന്നെ KSU എന്നൊക്കെ സമയത്ത് കുറച്ചും കൂടെ പഠിക്കാൻ ഇൻട്രസ്റ്റ് കൂടും. ക്യാമ്പസുകളായിട്ട് ഇങ്ങനെ പോകാൻ താല്പര്യം ഉണ്ടാകും. അങ്ങനെ ഡിഗ്രി ചെയ്തു. BCom ആയിരുന്നു. KSUവിൽ നിൽക്കുന്ന സമയത്ത് തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായി. അങ്ങനെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റിയിലും ഫസ്റ്റ് വരുന്നത് മണ്ഡലം കമ്മിറ്റിയാണ്. മണ്ഡലത്തിൽ വന്നു. പിന്നെ ശേഷം അസംബ്ലി കോഴിക്കോട് നോർത്തിൻ്റെ നിയോജക മണ്ഡലം കമ്മിറ്റി വന്നു. അതിനുശേഷം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി. സംസ്ഥാന കമ്മിറ്റിയുടെ ഭാരവാഹിത്വത്തിൽ വന്നു. ഇന്നിപ്പം M. ലിജു നമുക്കറിയാം, എക്സൈസ് മിനിസ്റ്ററാണ്. അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കമ്മിറ്റിയിൽ സെക്രട്ടറിയാണ്. പക്ഷേ അന്നുണ്ടായിരുന്ന വെച്ചാൽ
KSUവിൻ്റെ പ്രായമാണ്. 24 വയസ്സിലൊക്കെ യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് ഓഫീസ് ബെയറായി. അടുത്ത കമ്മിറ്റിയിൽ യൂത്ത് കോൺഗ്രസ് എലക്ഷൻ വന്നു. എലക്ഷനിൽ മത്സരിക്കുകയുണ്ടായത്. ജനറൽ സെക്രട്ടറി ആയിരുന്നു സംസ്ഥാന കമ്മിറ്റിയിൽ. പിന്നെ നാഷണൽ ഓഫീസ് ബെയറായി. ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി വരുന്ന സമയത്ത് തന്നെ കോഴിക്കോട് കോർപ്പറേഷനിൽ മത്സരിക്കാനൊരു ഭാഗ്യം ഉണ്ടായി. ഫസ്റ്റ് ഇലക്ഷനിൽ തന്നെ നാട്ടുകാർ ജയിപ്പിച്ചു. വീണ്ടും അതേ വാർഡിൽ തന്നെ ജനറൽ വാർഡിൽ 10 വർഷം തുടർച്ചയായിട്ട് 2ാം തവണ ജനറൽ വാർഡിൽ മത്സരിച്ചു. അപ്പം ഒരു വശത്ത് ഇതുപോലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വരാൻ 10 വർഷം കൗൺസിലർ ആവുന്നു. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നാഷണൽ ഭാരവാഹിത്വം കർണാടകയുടെ ചുമതല വരെ വന്നു. എന്നെ സംബന്ധിച്ച് ഏകദേശം ഒരു 20 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യം യൂത്ത് കോൺഗ്രസ് ജേണി തന്നെ. യൂത്ത് കോൺഗ്രസ് തന്നെ. ദാറ്റ് മീൻസ് കഴിഞ്ഞൊരു വർഷം വരെ മുമ്പ് വരെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിത്വത്തിലുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് നാഷണൽ കമ്മിറ്റിയിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് KPCC മെമ്പറും സ്വാഭാവികമായിട്ട് KPCCയുടെ ജനറൽ സെക്രട്ടറി ആക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. പാർട്ടി വലിയ ഉത്തരവാദിത്വം തന്നു. അങ്ങനെ അതാണ് ഒരു പൊളിറ്റിക്കൽ ജേണി. അവസാനം ഇവിടെ മത്സരിക്കാനുള്ള ഒരു അവസരം. പലതവണയും ഇങ്ങനെ പാർലമെന്റ് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനൊക്കെ ഇങ്ങനെ പേര് വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ. പക്ഷെ മത്സരിക്കാനുള്ള യോഗം ഉണ്ടായത് ഈ കഴിഞ്ഞ വർഷമാണ്. ഈ ഇലക്ഷനിലാണ്. എന്തായാലും 102 സീറ്റുകളോളം വന്നപ്പം അതിൽ പാർട്ടായതുകൊണ്ട് അതല്ലേ നല്ലത്. എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഇപ്പോഴാണ് കറക്റ്റ് ഒരു ടൈമും അല്ലേ. ഒരു അഭിഭാഷക എന്ന നിലയിൽ രാഷ്ട്രീയത്തിൽ എത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്? അങ്ങനെ ഇല്ല. അത് വെച്ചാല് കുറെ കൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും, കാരണം ഒരു പബ്ലിക് ലൈഫിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ആളുകളുടെ വിഷയങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് സംസാരിക്കാനുണ്ടാവും, അത് സോർട്ട് ഔട്ട് ചെയ്യാനുണ്ടാവും, അതിൽ ഇടപെടാനുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരു LLB ക്വാളിഫിക്കേഷൻ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വലിയ സപ്പോർട്ട് ഉണ്ടാക്കുന്നതാണ്. ഞാൻ പഠിച്ച കോഴിക്കോട് ഗവൺമെൻറ് ലോ കോളേജാണ്. പിന്നെ MBA ചെയ്തിട്ടുണ്ടായിരുന്നു HR ആൻഡ് ഫിനാൻസിൽ. ഇതൊക്കെയാണ് ക്വാളിഫിക്കേഷൻസ്. LLB ചെയ്യുന്നതിൽ കിട്ടുന്ന ഒരു കുറെ കൂടെ സമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇടപെടാൻ പറ്റും. അതൊരു കോൺഫിഡൻസ് ആണ് ഒരു വ്യക്തിയുടെ ലൈഫിൽ. ഒരു വിദ്യാർത്ഥി നേതാവിൽ നിന്ന് ഇപ്പോൾ ഒരു ജനപ്രതിനിധിയായി വിദ്യാ ബാലകൃഷ്ണൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. അപ്പോൾ എത്രത്തോളം സ്ട്രഗിൾസ്, ആ ഒരു ജേണി ശരിക്കും ഇപ്പോൾ MLA ആയ ഒരുപാട് സ്ട്രഗിൾസുകൾ നിറഞ്ഞൊരു ജേണി ആയിരുന്നില്ല? ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് സമരങ്ങളിലും ഒരുപാട് ഇഞ്ചുറീസ് ഒക്കെ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് ചേച്ചി ഒന്ന്. അത് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്ത് നിൽക്കുന്ന സമയത്ത് ഒരുപാട് സമരങ്ങളുടെ ഭാഗമാകേണ്ടി വരും. കാരണം യൂത്ത് കോൺഗ്രസും KSU ഒക്കെ സമരരംഗത്ത് പലപ്പോഴായിട്ട് വളരെ സജീവമായിട്ട് ഇടപെട്ട് പോരുന്ന രാഷ്ട്രീയ സംഘടനയാണ്. വിദ്യാർത്ഥി യുവജന സമരങ്ങൾ വരുന്ന സമയത്ത് ചെറിയ ചെറിയ പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്. ചെറിയ ബാക്ക് പെയിൻ ഒക്കെ ലോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ചെറിയ ചവിട്ടും ഒക്കെ കിട്ടിയത്, നട്ടെല്ലാം കിട്ടിയിട്ട് അതിൻ്റെ ഒരു പ്രശ്നം ഇപ്പോഴും ചെറുതായിട്ട് പലപ്പോഴായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ജയിലിൽ പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. NRC CA സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലൈഫിൽ ആദ്യമായിട്ട് ജയിലിൽ പോയത് അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം നോർമൽ ലൈഫിൽ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഒരു തവണയെങ്കിലും ജയിലിൽ പോകണം. കാരണം ഒരു മൊബൈൽ ഫോൺ ഇല്ലാതെ നമുക്കൊരു ദിവസം ജീവിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് പുറത്തുള്ള ആളുകൾ, നമ്മുടെ ഒരു ഫാമിലി സർക്കിൾ അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിൾ, ഇതിലൊക്കെ ആളുകളായിട്ട് സംസാരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം, വീട്ടിൽ വെളിച്ചം ഇട്ടിട്ട് കിടന്നുറങ്ങാൻ കഴിയില്ല. ജയിലിലാണെങ്കിൽ ലൈറ്റ് ഓഫ് ആക്കാൻ സമ്മതിക്കില്ല, ലൈറ്റ് ഓഫ് ആക്കാൻ കഴിയില്ല. അങ്ങനെ ഒരുപാട് പരിമിതികൾ ജയിലിലുണ്ട്. അത് ഞാൻ പറഞ്ഞത് ഒരാളുടെ സ്വാതന്ത്ര്യത്തിന്റെ റെസ്ട്രിക്ഷൻ. യെസ്. അപ്പോൾ ആ സ്വാതന്ത്ര്യത്തിന്റെ വില മനസ്സിലാവണമെങ്കിൽ ഒരു ദിവസമെങ്കിലും ജയിലിൽ പോകണം. ഒരു MLA ആയതിനു ശേഷം ജീവിതത്തിൽ എത്രത്തോളം മാറ്റമാണ് ഉണ്ടായത്? ഇപ്പം ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വന്നു. അപ്പം ആ ബിഫോർ ജേണി ആൻഡ് ആഫ്റ്റർ ജേണി അല്ല, എനിക്കെൻ്റെ പേഴ്സണൽ ലൈഫിൽ അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം നേരത്തെ ആണെങ്കിൽ അത് യൂത്ത് കോൺഗ്രസ്, KSU, പാർട്ടി ഉത്തരവാദിത്തം, മറ്റ് സ്റ്റേറ്റുകളിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുമായിരുന്നു. നിലവിൽ അത് ഒരു മണ്ഡലത്തിൽ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഏലത്തൂർ മണ്ഡലം മറ്റു മണ്ഡലങ്ങളായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത്
കുറെ കൂടെ വലിയ മണ്ഡലമാണ്. അപ്പം ആ മണ്ഡലത്തിൽ നിന്ന് തന്നെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ചെയ്യാനുള്ള കാര്യങ്ങൾ ആ മണ്ഡലത്തിൽ തന്നെ ഉണ്ട്. അപ്പം നിലവിലിപ്പം പൊതുവെ പുറത്തുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്രോഗ്രാംസ് എടുക്കുന്നത് കുറവാണ്. പക്ഷെ അതിൽ കുറെ കൂടെ ആളുകളായിട്ട്, അപ്പം കൗൺസിലർ ആകുന്ന സമയത്ത് ചെറിയൊരു ഏരിയ ആണ് നമ്മൾ ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെങ്കിൽ ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നുണ്ട്. അതല്ലാതെ എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നു വീട്ടുകാർക്ക് വരെ കാണാൻ കിട്ടുന്നില്ല എന്നാണ് തോന്നുന്നില്ല ഇപ്പൊ പറയുന്നത്. കാരണം അത്രയും ബിസി ആയില്ല ചേച്ചി. കാരണം സ്വാഭാവികമായിട്ട് ഇപ്പം യൂത്ത് കോൺഗ്രസ് നാഷണൽ ഭാരവാഹി ആവുന്ന സമയത്തും ചില സമയത്തൊക്കെ 10 ദിവസം 20 ദിവസമൊക്കെ ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് യാത്രകൾ ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവർക്കത് ശീലമായിരിക്കും. അത് കുറച്ചു കാലമായിട്ട് ഇപ്പം എല്ലാവർക്കും ശീലമാണ്. MLA ആയ ശേഷം സ്വാഭാവികമായിട്ട് രാവിലെ ഓഫീസ് രാവിലെ എത്തും. അതിനുശേഷം കുറച്ച് ആളുകളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടാവും. അത് കഴിഞ്ഞ് മണ്ഡലത്തിൽ തന്നെ പ്രോഗ്രാംസ് ഒത്തിരി ഉണ്ടാവും. സഭയുള്ള ദിവസം തിരുവനന്തപുരം ആയിരിക്കും. വൈകിട്ട് എങ്ങനെ തന്നെയാണെങ്കിലും വീട്ടിലെത്താൻ 10 മണി കഴിയും. ഒരു എലത്തൂരിന്റെ സ്ഥാനാർത്ഥി ആണെന്ന് അറിഞ്ഞ ആ നിമിഷം ചേച്ചിക്ക് മനസ്സിൽ വന്ന ഫീലിങ്സ് എന്തായിരുന്നു? പൊതുപ്രവർത്തകയെ സംബന്ധിച്ച് ഒരു അസംബ്ലിയിലൊക്കെ മത്സരിക്കാൻ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും അതൊരു വലിയ അംഗീകാരമാണ്, വലിയ ഉത്തരവാദിത്തമാണ്, ഒരുപാട് സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. കാരണം പ്രസ്ഥാനം നമ്മളൊരു റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നുള്ളൊരു ആ ഒരു അംഗീകാരമാണല്ലോ. ഏതൊരു വ്യക്തിയാണ് അംഗീകാരം ആഗ്രഹിക്കാത്തത്? അതെ. അതുപോലെ എനിക്ക് തോന്നുന്നു എതിർ പാർട്ടി 30,000 അധികം ഒരു കുറെ വർഷവും 38,000-ത്തിലധികം വോട്ട് ലീഡ് ചെയ്ത് നിന്ന സ്ഥലത്ത് നിന്ന് ചേച്ചി 12,000-ൽ-അധികം വോട്ട് നേടി വിജയിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത്രയും ഒരു സക്സസ് അവിടെ നിന്ന് കിട്ടണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടാകും. അത് ആ സക്സസ് ആയി എന്ന് അറിഞ്ഞപ്പം എത്രത്തോളം, എന്താണ് ചേച്ചിക്ക് അപ്പോൾ മനസ്സിൽ തോന്നിയ? എലത്തൂരിലെ ജനങ്ങള് തുടക്കം മുതലേ വലിയ ഒരു സ്നേഹം അവർ ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ എന്നോട് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 38,000 വോട്ട് മൈനസ് എന്ന് പറയുന്നത് ഒരു വലിയ മാർജിനാണ്. പക്ഷേ അതിന്ന് 12,000-ലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ 50,000 വോട്ടിലധികമുള്ള ഒരു ജേണിയായിരുന്നു. അപ്പം അത്രയും ആളുകൾ മാറി ചിന്തിച്ചിട്ടുണ്ട്. മാറ്റം വന്നൊരു അനിവാര്യതയായിരുന്നു. അതിനുവേണ്ടി ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടായത്. ഈ ഒരു വിജയവും എലത്തൂരിൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എലത്തൂരിന്റെ വികസന സ്വപ്നങ്ങളൊക്കെ എന്താണ്? ഞാൻ എവിടെയൊക്കെ കേട്ടിട്ടുണ്ട് അവിടെ ടൂറിസം ഒക്കെ നല്ലൊരു മേഖലയാന്ന് കേട്ടിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ബാക്ക് വാട്ടർ ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയ സ്കോപ്പുള്ള സ്ഥലം എലത്തൂർ നിയോജക മണ്ഡലത്തിൽ ഒരുപാടുണ്ട്. പക്ഷെ നമ്മളവിടെ ഫേസ് ചെയ്യുന്നൊരു വിഷയം എന്ന് പറയുന്നത് ഗവൺമെൻറ് ലാൻഡിൻ്റെ സ്കാസിറ്റി ഉണ്ട്. ഈ ടൂറിസം ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ PPP പോലുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടി വരും. അതിന് ആളുകൾ തയ്യാറാകുന്നിടത്ത് അവരായിട്ട് യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സിസ്റ്റം എലത്തൂരിൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. കാരണം റെസ്പോൺസിബിൾ ടൂറിസത്തിന് ഒരുപാട് സ്കോപ്പ് ഇന്നുണ്ട്. ആ റെസ്പോൺസിബിൾ ടൂറിസത്തിൽ നിന്ന് സാധാരണക്കാരായ ആളുകളിലേക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സാധ്യത എലത്തൂരുണ്ടെങ്കിൽ അത് ടൂറിസമാണ്. അപ്പോൾ ആ ടൂറിസത്തിനെ കൃത്യമായിട്ട് ഉപയോഗിച്ചു. അവിടെ ടൂറിസത്തിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് കോഴിക്കോട് സിറ്റിയോട് ചേർന്ന് നിൽക്കുന്ന നിയോജക മണ്ഡലമാണ് എലത്തൂർ. സിറ്റിയിലേക്ക് ആളുകൾ വരുമ്പം മലബാറിൻ്റെ തലസ്ഥാനമാണ് കോഴിക്കോട്. എയർപോർട്ടുണ്ട്. എയർപോർട്ടിൽ നിന്ന് ഏറ്റവും അടുത്ത് വരാവുന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് നമുക്ക് എലത്തൂരിനെ മാറ്റിയെടുക്കാൻ പറ്റും. റെയിൽവേ സ്റ്റേഷനുണ്ട്. പിന്നെ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു നഗരം. ആ നഗരം വികസിക്കുന്ന സമയത്ത് എലത്തൂർ കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഭാഗം കൂടെയാണ്. ഒരു പഴയൊരു എലത്തൂർ പഞ്ചായത്ത് ഇന്ന് കോഴിക്കോട് കോർപ്പറേഷനിലാണ് നിൽക്കുന്നത്. അതായത് കോഴിക്കോട് സിറ്റി വികസിക്കാൻ ഉള്ള സാധ്യത എന്ന് പറയുന്നത് അടുത്ത് എലത്തൂരിലേക്കാണ് ഒന്നും. അപ്പം ആ ഒരു സിറ്റിക്ക് അടുത്ത് നിന്നുകൊണ്ട്, അതായത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബദരൂർ പോലുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 10 കിലോമീറ്ററേ ഉള്ളൂ. അല്ലെങ്കിൽ ഒളോപ്പാറ എന്ന് പറയുന്നത് 12-14 കിലോമീറ്ററേ ഉള്ളൂ കോഴിക്കോട് സിറ്റിയിൽ നിന്ന്. അപ്പോൾ കോഴിക്കോട് സിറ്റിയിൽ നിന്ന് 14 കിലോമീറ്റർ വരുമ്പം അവിടെ ഒളോപ്പാറ എന്ന് പറയുന്ന ആലപ്പുഴയിലൊക്കെ ഉള്ള പോലുള്ള പ്രദേശം അത്രയ്ക്കും നല്ല ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. അല്ലെങ്കിൽ ഇപ്പം വയനാട് നമ്മൾ പൂക്കോട് ലേക്ക് ഉണ്ട്. ആ പൂക്കോട് ലേക്കിനേക്കാളും തീർണമുള്ളതാണ് പാവയിൽ ചീർപ്പ്. അതേപോലെ തന്നെ പൊൻകുന്ന് മല ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബീച്ചുണ്ട്. എലത്തൂർ ബീച്ചുണ്ട്. ഡ്രൈവിൻ ബീച്ചാണത്. അതിനുള്ള സാധ്യതയുണ്ട്. മുഴുപ്പിലങ്ങാട് പോലെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന എലത്തൂർ ബീച്ച്. എലത്തൂരിൻ്റെ ബീച്ചുമായി ചേർന്ന് നിൽക്കുന്ന അഴിമുഖത്ത് നിന്ന് വരുന്ന ബാക്ക് വാട്ടർ
അകലാപ്പുഴയും അതുപോലെ തന്നെ പൂനൂർ പുഴയും എല്ലാം യോജിച്ചൊഴുകുന്ന സ്ഥലം. 4 പഞ്ചായത്ത് ഈ ഇത്തരം വെള്ളക്കെട്ട് അല്ലെങ്കിൽ വെള്ളം വരുന്ന മഴക്കാലത്ത് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും അവിടെ കണ്ടൽ കാടുകളുണ്ട്, തുരുത്തുകളുണ്ട്, നിരവധിയായ ബോട്ട് സർവീസസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കുണ്ടാവുന്ന മറ്റൊന്ന് ദശാവതാര ക്ഷേത്രങ്ങൾ. ദശാവതാര ക്ഷേത്രങ്ങളുടെയൊക്കെ ഇപ്പോൾ നമ്മളിപ്പം ഒരു മാപ്പിൽ ഈ 9 ക്ഷേത്രങ്ങൾ അടയാളപ്പെടുത്തി പോയിന്റ് വെച്ചു അതൊരു നേർരേഖയിൽ വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഏരിയൽ വ്യൂ എന്ന് പറയുന്നത് ഒരു ശംഖ് പോലെയാണ്. അത്രയും മനോഹരമായ രീതിയിൽ ഏതോ വർഷങ്ങൾക്ക് മുമ്പ് ആരൊക്കെയോ അതിൻ്റെ ആ സമയത്ത് അവരുടെയൊക്കെ ബുദ്ധിയിൽ വികസിച്ചെടുത്ത ഒരാശയം. അങ്ങനെയുള്ള ദശാവതാര ക്ഷേത്രങ്ങൾ അവിടെയുണ്ട്. അതുപോലെ തന്നെ ശാന്തിഗിരി ആശ്രമമുണ്ട്, തുറക്കോട്ടയുണ്ട്. അപ്പം വയനാട്ടിലൊന്നും പോകണ്ട, നമുക്ക് ഇത്രയും പറഞ്ഞപ്പോ എനിക്ക് ഒരുപാടുണ്ടെന്ന് തോന്നി. കാരണം ഇത്രയും ഒരു എനിക്കറിയില്ലായിരുന്നു health നിയോജകമണ്ഡലത്തിൽ related. ഇതെല്ലാം ഉണ്ട്. ഓക്കെ, എന്തായാലും അങ്ങനെ ഒരുപാട് അവിടെ വികസനം ഉണ്ടാവട്ടെ. കാരണം ഇത്രയും പറഞ്ഞപ്പം ഡെഫിനറ്റ്ലി ആ ഒരു പ്ലേസ് അത്രയും വികസിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് ശരി. ആളുകളിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങളൊക്കെ അത് എന്താ പറയാ ഒളോപ്പോറയൊക്കെ വന്ന് അതിന്റെ ആ ടൂറിസ്റ്റേക്ക് ഒന്ന് കണ്ട് ഹൗസ് ബോട്ടൊക്കെ സർവീസ് ചെയ്യുന്നുണ്ട് അവിടെ നിലവിൽ തന്നെ. അതോടൊപ്പം വികസിക്കുമ്പോഴാണ് ഒരുപാട് ആൾക്ക് ജോലി കിട്ടുക. അതെ, അതാണ് ഒരുപാട് റെസ്പോൺസിബിൾ ടൂറിസത്തിന് ഒരുപാട് രക്ഷപ്പെടുക. സാധ്യതയുണ്ട്. ഇപ്പൊ തന്നെ ഒത്തിരി റിസോർട്ട്സും ഹോം സ്റ്റേസും ഒക്കെ നിലവിൽ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ പ്രധാനമായിട്ടുള്ള എലത്തൂരിന്റെ ആവശ്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആവശ്യം എന്താണ്? എലത്തൂരില് പ്രധാനമായിട്ടും പ്രാദേശികമായിട്ട് ഒത്തിരി വികസനം വരേണ്ടതായിട്ടുണ്ട്. റോഡുകൾ ഉൾപ്പെടെ. കാരണം സിറ്റിക്ക് അടുത്ത് നിൽക്കുന്ന നിയോജക മണ്ഡലം എന്ന് പറയുമ്പോൾ പോലും സിറ്റിയുടേതായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് അവിടേക്ക് എത്തിയിട്ടില്ല. പ്രാദേശിക റോഡുകൾ ഉൾപ്പെടെ വികസിച്ച് വരേണ്ടതായിട്ടുണ്ട്. പല പഞ്ചായത്തുകൾക്കും റവന്യൂ ഇല്ല എന്നുള്ളത് തന്നെ വലിയൊരു വിഷമം ഉണ്ടാക്കുന്നതാണ്. കാരണം കാക്കൂര്, നന്മണ്ട പോലുള്ള പഞ്ചായത്തുകൾക്കൊക്കെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമുക്കൊന്ന് ഓവർകം ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്താണേലും ചേച്ചീനെ കൊണ്ട് അതെല്ലാം സാധിച്ചെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. രാഷ്ട്രീയ രംഗത്തോട്ട് കൂടുതൽ സ്ത്രീകൾ വരുന്നതിനെ കുറിച്ച് വരേണ്ട ആവശ്യകത എന്താണ്? തീർച്ചയായിട്ടും ഈ രാജ്യത്ത് 50% അല്ലെങ്കിൽ 50% നാട്ടിൽ കേരളത്തിലേക്ക് വോട്ടർ പട്ടിക എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസിലും സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരായിട്ടുള്ളത്. ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ജനസംഖ്യ, പാതിയായിട്ടുള്ള ജനസംഖ്യ. അപ്പം ഭരണരംഗത്തും സ്ത്രീകൾ വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ സ്ത്രീകളുടേതായിട്ടുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ ഒരു പുതിയൊരു ഇടം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. നമുക്കറിയാം ത്രിതല പഞ്ചായത്തുകളിൽ രാജീവ് ഗാന്ധിയുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു ലോക്കൽ ബോഡിയിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുക. ആദ്യം അത് 33% കൊണ്ടുവന്നു, അത് 50%. അത് എല്ലാ ബോഡികളിലും, അത് രാജ്യസഭയും ലോക്സഭയും ഉൾപ്പെടുന്ന അസംബ്ലി ഉൾപ്പെടെ എല്ലായിടത്തും ആ രീതിയിലേക്ക് വളർന്നു വരേണ്ടതായിട്ടുണ്ട്. സ്ത്രീകൾ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിലേക്ക്, പൊതുപ്രവർത്തന രംഗത്തേക്കൊക്കെ കടന്നു വരണം. പണ്ടുള്ളതിനേക്കാളൊക്കെ കൂടുതലായിട്ട് ഇപ്പോൾ ആളുകൾ വരുന്നുണ്ട്. ഈ പൊതുപ്രവർത്തന രംഗത്ത് പലതരത്തിലുള്ള വിമർശനങ്ങളും ഒക്കെ വരാറില്ല. അപ്പൊ ഇതിനെയൊക്കെ എങ്ങനെയാണ് ഒന്ന് നേരിടുന്നത്? വിമർശനങ്ങളൊക്കെ എന്തായാലും പൊതുരംഗത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷെ അതിൽ ഉണ്ടാവുന്ന ഒരു വിഷമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ള, ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ പല ആളുകൾ അവരുടെ ആംഗിളിൽ, അവരുടെ വ്യൂവിൽ എഴുതുകയും അങ്ങനെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്തൊക്കെ നമുക്കൊരു വിഷമം തോന്നാറുണ്ട്. വിമർശിക്കപ്പെടേണ്ട കാര്യങ്ങൾ നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരും വിമർശനങ്ങൾക്ക് അതീതരായിട്ടുള്ള ആളുകളൊന്നുമല്ല. എല്ലാവരും പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന സമയത്ത് ഒരു പബ്ലിക് ഓഡിറ്റിങ്ങിന് എപ്പോഴും വിധേയരായിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ മനസ്സറിയാത്ത കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ഈ രീതിയിലുള്ള ഒരു സോഷ്യൽ മീഡിയ ബുള്ളിങ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും വിഷമമൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒന്നും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം ശ്രദ്ധിച്ചു പോകാറില്ല. ശരിക്കും എല്ലാത്തിനും പോയി റെസ്പോണ്ട് ചെയ്യുന്നതും പലപ്പോഴും റെസ്പോണ്ട് ചെയ്യേണ്ട എന്നങ്ങ് വിചാരിക്കും. ആവശ്യമില്ലാന്ന് തോന്നുന്നു. കാരണം ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ എല്ലാത്തിനും ഇങ്ങനെ നമ്മൾ റെസ്പോണ്ട് ചെയ്തോണ്ടിരിക്കണം. പല ആൾക്കാർ പല രീതിയിലാണ് അത് വിചാരിച്ചെടുക്കുന്നത്. അതെ, പക്ഷെ അതിൽ ആളുകൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഈ പൊതുപ്രവർത്തകർ നിൽക്കുന്ന ആളുകൾ അതാരായാലും ഏത് പാർട്ടി ആണെങ്കിലും അതെ ഇമോഷൻസ് ഉണ്ട്. അതൊരു അവർ ഈ പറയുന്ന ഒരു പെർട്ടിക്കുലർ ഇപ്പോൾ എഴുതി പിടിപ്പിക്കുന്ന ആളുകൾ അവരുടെ പേഴ്സണൽ ലൈഫിനെ വെച്ച് കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് ചെയ്യില്ല. ഒരാളുടെ നേരേക്ക് നമ്മളിങ്ങനെ ബുള്ളിങ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആരോപണം ഉണ്ടാക്കുന്ന സമയത്ത് അവരിലേക്കാണ് അത് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നൊരിക്കൽ ചിന്തിച്ചാൽ അവരത് ചെയ്യില്ല. ഈ തിരക്കേറിയ രാഷ്ട്രീയ ജീവിതത്തില് സമ്മർദ്ദങ്ങൾ വരുമ്പം അതിനെയൊക്കെ എങ്ങനെയാണ്? ഒരുപാട് അങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണല്ലോ. സമ്മർദ്ദങ്ങളെയൊക്കെ അങ്ങ് അതിജീവിച്ച് പോവുക എന്നുള്ളത് തന്നെയാണ്
ലൈഫിൽ നമ്മുടെ ഏറ്റവും എന്താ പറയുക, അല്ലാതെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. എല്ലാ ദിവസവും എന്തെങ്കിലും വിഷയങ്ങളുണ്ടാവും, സ്വാഭാവികമാണത്. കുടുംബത്തിനും വ്യക്തി ജീവിതത്തിനൊക്കെ എങ്ങനെയാണ് സമയം കണ്ടുപിടിക്കുക, രണ്ടും എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുവന്നത്? ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ടാണ് ഇതുവരെയൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് അണ്ടർസ്റ്റാൻഡിങ്. വെച്ചിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ചേച്ചി ആക്ച്വലി ട്രാവൽ ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. അതോടൊപ്പം ചേച്ചി നല്ലൊരു പ്രാസംഗിക കൂടിയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്, അല്ലേ? എന്തായാലും രാഷ്ട്രീയത്തിലുള്ള എല്ലാവർക്കും നന്നായി സംസാരിക്കാൻ അറിയായിരിക്കും. ഇപ്പം എങ്ങനെയാണ് ട്രാവലിംഗ് ഒക്കെ? ഇപ്പൊ തിരക്ക് കൂടുതലുണ്ട്, എങ്ങനെയൊക്കെ അതൊരു സമയമൊക്കെ? ഇപ്പം കുറച്ചായിട്ട് യാത്രകൾ കുറച്ച് കുറവാണ്. ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് യാത്ര ചെയ്യാനാണ്. ഈവൻ ടെൻഷൻ ആകുന്ന ഒരു സമയത്ത് പോലും, സ്ട്രെസ് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്ന ഒരു സമയത്ത് പോലും പുതിയൊരു എനർജി ഉണ്ടാക്കിയെടുക്കാൻ എൻ്റെ ലൈഫിൽ ഓരോ യാത്രകളും സഹായിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ 1-2 സ്റ്റേറ്റുകൾ ഒഴികെ എല്ലാ സ്റ്റേറ്റിലും യാത്ര ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിട്ടുണ്ട്. കുറച്ചൊക്കെ പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഓരോ യാത്രയും ഓരോ എക്സ്പീരിയൻസ് ആണ്. പുതിയ സൗഹൃദങ്ങൾ ഓരോ യാത്രയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. വേൾഡ് യൂത്ത് ഫെസ്റ്റിവലിൽ ഇന്ത്യയുടെ ഡെലിഗേറ്റ് ആയിട്ട് 2017 മറ്റോ ഞാൻ റഷ്യയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഉണ്ടായിരുന്ന ചില ബന്ധങ്ങൾ, അത് പല ഫോറിനേഴ്സാണ്, ഇന്ത്യക്കാരല്ലാത്ത ആളുകളായിട്ട് പോലും ആ ഒരു പല സൗഹൃദവും 10 വർഷങ്ങൾക്ക് ഇപ്പുറവും നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. ലൈഫിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നതും ഇത്തരം ബന്ധങ്ങളാണ്. ഒരുപാട് ടെൻഷൻസും സ്ട്രെസ്സും ഒക്കെ നമുക്ക് കുറയ്ക്കാൻ ഓരോ യാത്രകളും നമ്മളെ സഹായിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞല്ലോ, എലത്തൂർ നിയോജകമുള്ളത് ടൂറിസത്തിൻ്റെ ഒത്തിരി സ്കോപ്സ് ഉണ്ട്, സാധ്യതകളുണ്ട് എന്ന്. അപ്പോൾ ഇനിയുള്ള യാത്രകൾ ആ ഒരു ടൂറിസത്തിൻ്റെ സാഹചര്യങ്ങളും സാധ്യതകളും തേടിയിട്ട് പോകേണ്ടതായിട്ടുണ്ട്. കാരണം പുറത്ത് പോയിട്ട് പലതും പഠിച്ച് ആ പഠിച്ച കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നിടത്ത് മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അതെ, വിദേശ രാജ്യങ്ങളിലെ പല പല പുതിയ അത് നമ്മൾ കണ്ട് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പം അത് കുറെ കൂടെ മാറ്റം കുറേ ഉണ്ടാകും. മാറ്റം വരും. ഈ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് നമ്മുടെ യുവജനങ്ങളുടെ പങ്കൊന്ന് പറയാമോ? മൈഗ്രേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഉള്ള വലിയ ഭീഷണിയാണ്. യൂറോപ്യൻ കൺട്രീസ്, അമേരിക്കൻ രാജ്യങ്ങളിലേക്കൊക്കെയുള്ള മൈഗ്രേഷൻ രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ ഇന്ത്യയിൽ തന്നെ അത്തരം ആളുകൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കപ്പെടേണ്ടതാണ്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ റിസോഴ്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സാണ്. അപ്പോൾ ആ ഹ്യൂമൻ റിസോഴ്സിന് പല രീതിയിലും പല രാജ്യങ്ങളും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ രാജ്യത്തെ. പക്ഷേ ആ റിസോഴ്സിനെ കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു വലിയ കുതിച്ചുചാട്ടം ഇനിയും ഈ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. പല രാജ്യങ്ങളിലും കൊടുക്കുന്ന കുറേ വെൽഫെയർസ് ഉണ്ട്, അല്ലെങ്കിൽ ലിവിങ് സ്റ്റാൻഡേർഡ്, അതിലൊക്കെ അട്രാക്റ്റ് ആയിട്ടാണ് പലരും ഇവിടുന്ന് പോകുന്നത്. പക്ഷേ ചില ആളുകൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ വേസ്റ്റ് ആയിട്ടുള്ള ജീവിത സാഹചര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മറ്റു പല രാജ്യങ്ങളിലും അതിജീവിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇന്ത്യയിൽ ഈ രാജ്യത്ത് ജനിക്കുന്ന ഓരോ ആളുകളെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളുണ്ട്, വിഭവങ്ങളുണ്ട്. അപ്പോൾ അതിനെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് എല്ലാവർക്കും പര്യാപ്തമാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഭാഗത്ത് നടക്കാം ഇടപെടൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ചേച്ചീൻ്റെ ജീവിതത്തിൽ ശരിക്കും സ്വാതന്ത്ര്യം എന്ന വാക്കിൻ്റെ എന്താണ് അർത്ഥം കൊടുക്കുന്നത്? സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടാനുള്ള ഒന്നല്ല. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും അവരുടേതായിട്ടുള്ള സ്പേസ് കൊടുക്കുക, അവരുടെ ലൈഫിൽ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. ഒരു വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്. ആ സ്വാതന്ത്ര്യത്തെ ഏറ്റവും നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയ വ്യക്തി ആര്? അങ്ങനെ പറയുന്ന സമയത്ത് ഇന്ത്യയുടെ ഒരു ഫ്രീഡം മൂവ്മെൻ്റ് എന്നൊക്കെ പറയുമ്പം അത് ഒരുപാട് രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുള്ള പല അന്നത്തെ ഗവൺമെൻറ്റിനെതിരായിട്ട് നടന്ന ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അതിനൊക്കെ പല ആളുകളാണ് നേതൃത്വം നൽകിയിട്ടുള്ളത്. നമ്മൾ അറിയുന്നതും അറിയാത്തയും ഒരുപാട് ആളുകളുടെ ഒരു പെയിനാണ്, അല്ലെങ്കിൽ അവർ നൽകിയിട്ടുള്ള ജീവനോ ജീവിതമോ ഒക്കെയാണ് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പം അങ്ങനൊരു ഇന്ന ആൾ എന്നുള്ളത് പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷെ ഓരോ ആളുകളുടെയും ഇപ്പം ജവഹർലാൽ നെഹ്റു, അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാമിലിയിൽ ജനിച്ചിട്ട് ഏകദേശം 10 വർഷത്തിനടുത്ത് അദ്ദേഹം ജയിലിലാണ്. അദ്ദേഹത്തിൻ്റെ യൗവന കാലഘട്ടം, ആ ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയം അദ്ദേഹം ചെലവഴിച്ചിട്ടുള്ളത്. അപ്പം അദ്ദേഹം അന്ന് ജയിലിൽ പോകുന്ന സമയത്ത് രാജ്യം നാളെ സ്വതന്ത്രമാകുമെന്നോ
അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആകുമെന്നോ എന്നുള്ളൊരു ധാരണയോട് കൂടിയല്ല അന്ന് അദ്ദേഹം ആ ജയിലിലേക്ക് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ അദ്ദേഹം യാത്ര ചെയ്തു. അദ്ദേഹം ആ യാത്ര ചെയ്തതിൻ്റെ അനുഭവ സമ്പത്തെല്ലാം ഈ രാജ്യത്തിനൊരു മുതൽക്കൂട്ടാക്കി ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. കാരണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് അന്ന് ബ്രിട്ടൻ പറഞ്ഞത് ഈ രാജ്യം 20 വർഷങ്ങൾക്കപ്പുറം മുന്നോട്ട് പോകില്ല. അവിടെ നിന്ന് നമ്മൾ ഇന്ന് 80ാം സ്വാതന്ത്ര്യദിനം ആചരിക്കുന്ന സമയത്ത് ഈ രാജ്യത്തെ ആ വൈവിധ്യങ്ങളെല്ലാം നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനും അതിനെല്ലാം ഒരു മാലയിൽ കോർത്തിട്ട മുത്തുമണികളെ പോലെ സംരക്ഷിക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ആ ഒരു ദീർഘവീക്ഷണം, അന്നത്തെ ആളുകളുടെ ഉണ്ടായിരുന്ന ആ ഒരു ലീഡർഷിപ്പ്, അവർ നൽകിയിട്ടുള്ള സംഭാവനകളൊക്കെ നമുക്കൊരിക്കലും വില കുറച്ച് കാണാൻ അല്ലെ വിലമതിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ ഗാന്ധി ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ അതൊരു വേറെ ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം ലോകത്ത് പല രാജ്യങ്ങളിലും സ്വാതന്ത്ര്യ സമരം ഉണ്ടായിട്ടുണ്ട്. രക്തരൂഷിതമായ പല വിപ്ലവങ്ങളും, ഫ്രഞ്ച് വിപ്ലവം, അമേരിക്കൻ വിപ്ലവമൊക്കെ നമ്മൾ, റഷ്യൻ വിപ്ലവത്തെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ രാജ്യത്തെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ഗാന്ധി എടുത്തിട്ടുള്ള ഒരു എഫേർട്ട് നമ്മൾ ഇതൊക്കെ ബുക്കുകളിലൂടെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഭഗത് സിംഗിനെ പോലുള്ള ആളുകളും ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ധീരരക്തസാക്ഷികളായ ആളുകളാണ്. സുഭാഷ് ചന്ദ്രബോസിനെ പോലുള്ള ആളുകൾ അവരുടെ ഒരു അന്നത്തെ ഒരു ആംഗിളിൽ നോക്കുന്ന സമയത്ത് സമാധാനത്തിലൂടെ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല എന്നുള്ള പറഞ്ഞുകൊണ്ട് ഒരു ബ്രിട്ടനെതിരെ യുദ്ധം ചെയ്യാനുള്ള ഒരു ഫോഴ്സിനെ തന്നെ ഉണ്ടാക്കാൻ ബോസിന് സാധിച്ചിട്ടുണ്ട്. അപ്പം ഈ ആളുകളെല്ലാം അവരെടുത്ത് ഇതിൽ ഒത്തിരി അല്ലാത്ത ആളുകളും അന്ന് 35 കോടി വരുന്ന ജനം ഇന്ത്യയിലുണ്ട്. അപ്പം അവരുടെ എല്ലാം ജനങ്ങളുടെ അന്നത്തെ നീറുന്ന ഒരുപാട് പ്രശ്നമുണ്ട്, പട്ടിണി ഉൾപ്പെടെ. എനിക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഈ രാജ്യത്ത് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായി. ഒരു നേരത്തെ ഭക്ഷണമില്ല. അമേരിക്കയിൽ പോയി പബ്ലിക് ലോ 480 എന്ന് പറയുന്ന ഒരു കോൺട്രാക്ട് ഒപ്പുവെച്ചിട്ട് അവിടുന്ന് കൊണ്ടുവന്ന ധാന്യം ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ ആളുകളുടെ ഒരു നേരത്തെ വിശപ്പ് മാറ്റാൻ നമുക്ക് സാധിച്ചത്. ആ ഇന്ത്യയിൽ നിന്ന് ഇന്ന് നമ്മൾ വിദേശത്തേക്ക് ഭക്ഷ്യധാന്യങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാക്കി മാറ്റി. അത് അന്നത്തെ ആ ഒരു കാലഘട്ടം, സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് രാജ്യത്തുണ്ടായിരുന്ന ലീഡർഷിപ്പ്, അവരുടെ ആ ഒരു വിഷനാണ് ഇന്നത്തെ ഇന്ത്യയിലേക്ക് നമ്മളെ വളർത്തിയെടുത്തത്. അപ്പം അവരൊക്കെ എടുത്ത് പെയിനുണ്ട്. അപ്പം അങ്ങനെ പ്രത്യേകിച്ചൊരു വ്യക്തി എന്നതല്ല, നമ്മളെല്ലാവരെയും മാനിക്കുകയും ബഹുമാനിക്കുകയൊക്കെ വേണം. അത്രയും സ്ട്രഗിൾ ചെയ്ത് അവരങ്ങനെ നേടിയെടുത്തോണ്ടെന്നൊന്നും ഇപ്പം കൊച്ചുകുട്ടികൾക്ക് വരെ ചാച്ചാജി എന്നൊക്കെ പറഞ്ഞാലും അറിയാം. കാരണം അത് കാലങ്ങളോളമായിട്ടും അവരെല്ലാവരും ഓർത്തിരിക്കുന്നതും അല്ലേ ആ ഒരു ഓർമ്മകൾ ഉണ്ട്. പക്ഷെ ഇന്ന് പർപ്പസ്ഫുള്ളി ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഈ ഒരു ഫ്രീഡം മൂവ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് പലപ്പോഴായിട്ട് കുറച്ച് കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമം പലപ്പോഴും നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇങ്ങനെ ആളുകളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവരെടുത്ത എഫേർട്ടാണ് ഇത് എന്ന് വിദ്യാർത്ഥികളെയൊക്കെ കുറച്ചുകൂടെ നമ്മൾ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതെ. ചേച്ചി ഇപ്പോൾ എലത്തൂരിൽ നിന്ന് വിജയിച്ച് MLA ആയി. അപ്പോൾ ചേച്ചീനെ പിന്തുണയ്ക്കുന്ന ജനങ്ങൾക്കും പ്രേക്ഷകർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു സന്ദേശം. എല്ലാവരോടും ഹൃദയത്തിൽ ഒരുപാട് സ്നേഹം സൂക്ഷിക്കുന്നുണ്ട്. നാളുകളിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം. ഒരുപാട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഒരാൾ മാത്രം വിചാരിച്ചാൽ അത് MLA MP അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റോ അങ്ങനെയല്ല, എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. എലത്തൂരിനുൾപ്പെടെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ജേണിയിൽ ഒന്നിച്ചുണ്ടാവണം, കൂടെ ഉണ്ടാവണം എന്നാണ് എല്ലാവരോടും പറയാനുള്ളത്. വിജയിച്ച് നിങ്ങളുടെ ജീവിതയാത്രയും പൊതുപ്രവർത്തന രംഗത്തെ അനുഭവങ്ങളും MLA എന്ന നിലയിലുള്ള അനുഭവങ്ങളും എലത്തൂരിന്റെ വികസന കാഴ്ചപ്പാടുകളും എല്ലാം നമ്മളോട് ഷെയർ ചെയ്തതിന് ഒരുപാട് നന്ദി. താങ്ക് യു സൂര്യ. നിങ്ങളുടെ ജനസേവന യാത്ര കൂടുതൽ ഉയരങ്ങളിലെത്തട്ടെ, കൂടുതൽ അംഗീകാരങ്ങളും ഉത്തരവാദിത്തങ്ങളും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും സമയം വിദ്യാർത്ഥിയായിട്ട് ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾ ഷെയർ ചെയ്തു. താങ്ക് യു ചേച്ചി, ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ജേർണി. ഇന്ന് രാജ്യത്ത് നമുക്ക് സ്വാതന്ത്ര്യദിനം നമ്മൾ നല്ല രീതിയിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം ആചരിക്കുന്ന മുഴുവൻ ആളുകൾക്കും, മുഴുവൻ ഇന്ത്യക്കാർക്കും ഒരു ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ആശംസിക്കുന്നു. താങ്ക് യു. ഈ ഇൻഡിപെൻഡൻസ് ഡേ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും, എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ടൈം ടു ടോക്ക് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട്. വൺസ് അഗൈൻ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. See you in the next episode. Bye bye.